നിയമപരമായ ഉറപ്പ് രേഖാമൂലം കിട്ടിയാൽ മാത്രമേ സമരത്തിൽ നിന്ന് കർഷകർ പിന്മാറൂ എന്ന് രാഷ്ട്രീയ കിസാൻ മഹാസംഘ് ദേശീയ കോർഡിനേറ്ററും മലയാളിയുമായ കെ വി ബിജു 24 പറഞ്ഞു. ആത്മഹത്യ ചെയ്യുന്ന കർഷകർക്ക് മരണത്തിൽ ഭയമില്ല. സമരം പരാജയപ്പെട്ടാൽ ഡൽഹിയിലേക്ക് നീങ്ങുമെന്നും കെ വി ബിജു പറയുന്നു. കർഷകരുടെ സമരം 4ാം ദിവസവും തുടരുന്നു. ഇതിനിടയിൽ കേന്ദ്ര സർക്കാരുമായി പലവട്ടം ചർച്ച നടത്തി. ചർച്ചകളെല്ലാം പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇപ്പോൾ 24-നൊപ്പം സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയതര വിഭാഗം കോർഡിനേഷൻ കമ്മിറ്റി അംഗം കെ വി ബിജു ചേരുന്നു. പലവട്ടം ചർച്ചകൾ നടത്തി. ചർച്ച പരാജയപ്പെടുന്നു. എന്താണ് കേന്ദ്ര സർക്കാർ ഈ MSP എന്ന കാര്യത്തിൽ കർഷകരോട് അല്ലെങ്കിൽ കർഷകരുടെ ആവശ്യത്തോട് വഴങ്ങാത്തത്? നമ്മൾ MSP അല്ലാതെ തന്നെ കർഷകരുടെ കടം എഴുതി തള്ളുക, WTOയിൽ നിന്ന് പുറത്തു വരിക, സ്വതന്ത്ര വ്യാപാര കരാറുകൾ റദ്ദാക്കുക, ഈ ആവശ്യങ്ങളെല്ലാം ഉന്നയിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ സർക്കാർ MSPയുടെ കാര്യത്തിൽ നിയമപരമായ ഉറപ്പ് നൽകുന്ന ഇതിനകത്ത് പോകാൻ സർക്കാർ തയ്യാറല്ല. കാരണം അത് ഉറപ്പായിട്ടും കോർപ്പറേറ്റുകളെ ബാധിക്കും. അവർക്ക് കിട്ടുന്ന വിഹിതം കുറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഈ ബിസിനസ്സിൽ നിലനിൽക്കാൻ കഴിയില്ല. പൂർണ്ണമായിട്ടും കോർപ്പറേറ്റുകളെ അനുകൂലിക്കുന്ന ഒരു സർക്കാർ ആയതുകൊണ്ട് അവർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെ എതിർക്കുന്ന ഒരു നയമാണ് ഇതേവരെ എടുത്തിരുന്നത്. അപ്പോൾ ആ ഒരു 4ാം വട്ട ചർച്ചയിൽ പ്രതീക്ഷയുണ്ടോ? ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഒരു കാലത്തും കർഷകരെ അനുകൂലിച്ചിട്ടുള്ള സർക്കാരല്ല. പക്ഷേ ഞങ്ങൾ ഒരു ഉറപ്പ് കൊടുത്തു, അതുവരെ ഞങ്ങൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സമാധാനപരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. പലപ്പോഴും സമിതി എന്ന കാര്യത്തിൽ നിന്നല്ലാതെ സർക്കാർ മുന്നോട്ട് പോയിരുന്നില്ല, സമിതി രൂപീകരിക്കാമെന്നൊരു കാര്യത്തിൽ. ഇപ്പോൾ എന്താകും സർക്കാരിൻ്റെ മനസ്സിലൊരു പ്ലാൻ എന്ന് കർഷക സംഘടനകൾക്ക് എന്താണ് തോന്നുന്നത്? കമ്മിറ്റിയും കമ്മീഷനും ഒന്നും വേണ്ടെന്ന് ഞങ്ങൾ തുടക്കം പറഞ്ഞിട്ടുണ്ട്. സ്വാമിനാഥൻ കമ്മീഷൻ മൂലം ഇന്ത്യയിലെ ഇതേവരെയുള്ള ഒരു കമ്മീഷനും ഇതേവരെ ആരും നടപ്പാക്കിയിട്ടില്ല. കമ്മിറ്റി ഉണ്ടാക്കി ഇപ്പം ഞങ്ങൾ സമരം ചെയ്ത് 3 മാസത്തിനുള്ളിൽ കമ്മിറ്റി ഉണ്ടാക്കി MSPയുടെ കാര്യത്തിൽ ഉറപ്പ് നൽകുമെന്നും പറഞ്ഞാണ് കമ്മിറ്റി ഉണ്ടാക്കിയത്. എഴുതി ഒപ്പിട്ട് തന്നതാണ് ഞങ്ങൾക്ക്. അത് വാക്കുപാലിക്കാൻ അവർ തയ്യാറല്ല. കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സ്ഥിതി അറിയാം. 3 പ്രാവശ്യം കൂടിയിട്ട് പിന്നെ കൂടിയിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിയിൽ പങ്കെടുക്കാതിരുന്നത് ഭൂരിപക്ഷം സർക്കാരിൻ്റെ ആളുകൾക്ക് കിട്ടുന്ന രീതിയിൽ കുറേ പേരെ തിരികെ കയറ്റി. കർഷകരുടെ മൊത്തത്തിലൊരു ഐക്യം ഇപ്പോഴത്തെ സമരത്തിൽ കാണാനില്ല. മാത്രമല്ല പോലീസ് വലിയ തരത്തിലൊരു നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാരിക്കേഡ് തീർത്ത്, കണ്ടെയ്നർ ബാരിക്കേഡ് അടക്കം തീർത്താണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഡൽഹിയിലേക്ക് കടക്കാൻ സാധിക്കും? പോലീസിൻ്റെ നിയന്ത്രണം മുമ്പും ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ആദ്യത്തെ ദിവസം ഒഴിച്ചിട്ട് 2ാമത്തെ ദിവസം ഇതേപോലെ തന്നെ പോലീസ് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. ഈ റോഡിൽ കമ്പിയടിച്ച് കയറ്റാൻ ബാക്കി കാര്യങ്ങളൊക്കെ. അതിപ്പോൾ ആത്മഹത്യ ചെയ്യുന്ന കർഷകനെ സംബന്ധിച്ചിട്ട് മരണം ഒരു ഭയമുള്ളതല്ല. അപ്പോൾ അതുകൊണ്ട് തകർക്കാൻ തീരുമാനിച്ച് ഇതൊക്കെ തകർത്ത് മുന്നോട്ട് പോകും. അതിലും ശക്തമായ വാക്കുകൾ തന്നെയാണ് അവസാനം പറഞ്ഞത്. ആത്മഹത്യ ചെയ്യാനിരിക്കുന്ന കർഷകർക്ക് മുന്നിൽ മരണം ഭയമുള്ളതല്ല എന്ന്. സമാനം തന്നെയാണ് ശംഭോതിർത്തിയിലെ കാഴ്ച. കർഷകർ വലിയ ആവേശത്തിലാണ്. ഡൽഹിയിലേക്ക് കടക്കണമെങ്കിൽ അതും ചെയ്യുമെന്നാണ്, ഈ നിയന്ത്രണങ്ങൾ മറികടന്ന് അതും മുന്നോട്ട് പോകുമെന്നാണ് കർഷകർ അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ശംഭോതിർത്തിയിൽ കർഷകർ ഇപ്പോഴും നിലയുറപ്പിക്കുന്നു. സമാധാനപരമായി തന്നെ സമരം മുന്നോട്ട് പോവുകയാണ്. ശംഭുവിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24.